തിരുനാമം മഹത്വപ്പെടട്ടെ. നന്മയുടെ ആത്യന്തിക വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ചകളിലും ക്രൈസ്തവർ ആരാധനയിൽ അനുസ്മരിച്ച് ആഘോഷിക്കുന്നതും ഈ പുനരുത്ഥാന സംഭവം തന്നെയാണ്. വെള്ളിയാഴ്ച തിന്മയുടെ ശക്തികൾ ദൈവപുത്രൻ എന്ന സത്യത്തെ ക്രൂശിച്ചു. എന്നാൽ ഉയർപ്പ് ഞായറാഴ്ച ആ സത്യം എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റു. തിന്മയുടെ വിജയം ശനിയാഴ്ച വരെ മാത്രമായിരുന്നു എന്നുള്ളത് ഏറ്റവും ചിന്തനീയമാണ്. ഞായറാഴ്ച പൊൻപുലരിയിൽ നന്മയുടെ ശാശ്വത വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ സന്ദേശം നീതി നിഷേധിക്കപ്പെട്ട് നിരാശയിലും ഭയത്തിലും കഴിയുന്നവർക്ക് പുത്തൻ പ്രത്യാശയും പ്രശാന്തിയും ധൈര്യവും നൽകുന്നു. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ 1-ാം ലേഖനം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനന സ്മരണയ്ക്കാണ്, അതായത് ക്രിസ്തുമസിനാണ് പാശ്ചാത്യ ക്രൈസ്തവ സമൂഹം അധികം ഊന്നൽ നൽകി ആഘോഷിക്കുന്നത്. എന്നാൽ പൗരസ്ത്യ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസിനേക്കാൾ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിന് ഊന്നൽ നൽകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ക്രിസ്തു ജനിച്ചു എന്നതിനേക്കാൾ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജനിച്ചു പാർത്തു. എന്നാൽ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണ് ഈ മരിച്ച് അടക്കപ്പെട്ട് എന്നേക്കും ഉയർത്ത് ഇന്നും നമ്മോടൊപ്പം സജീവമായി നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രം. ഇതാണല്ലോ ഉത്ഥാന പെരുന്നാൾ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പൗരസ്ത്യ ക്രിസ്ത്യാനികൾ ഉത്ഥാന പെരുന്നാളിനാണ് അധികം പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതും ഈ സമയത്ത് നമുക്ക് ഓർക്കാം. നിരാശയിലും വിശ്വാസവിഹീനതയിലും കഴിഞ്ഞിരുന്ന ശ്ലീഹന്മാരുടെ സമൂഹത്തെ ഉത്ഥാനത്താൽ ക്രിസ്തു ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയിലേക്ക് അവരെ വഴി നയിക്കുകയുമാണ്. ഉയർപ്പിൻ്റെ ഈ വലിയ സുവിശേഷം കേവലം ഒരു താത്വിക വിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ഉറപ്പും ധൈര്യവും അനുഭവതലത്തിലുള്ള ബോധ്യമായി തീരുമ്പോഴാണ് ഈസ്റ്റർ ഉദ്ധാര പെരുന്നാൾ നമുക്ക് പ്രായോഗികമായി തീരുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത്, സഹോദരന്മാരെ, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഓരോരോ ദൈവവൈതലിൻ്റെയും പുനരുത്ഥാന പ്രത്യാശയുടെ അടിസ്ഥാനവും സ്രോതസ്സും ഉറപ്പുമാണ് എന്നുള്ളത് ഏറ്റവും അധികം പ്രാധാന്യത്തോടെ നാം ചിന്തിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ സംബന്ധിച്ച് കടന്നുപോയ നമ്മുടെ മൃതന്മാരുടെ ശരീരങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്നാലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതിൻ്റെ നമ്മുടെ പ്രത്യാശയും ധൈര്യവും. ആകയാൽ ഈ ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശയാണ് മരണത്തെ അതിജീവിക്കുവാനും മരണത്തിൻ്റെ ചിന്തകളെ ധൈര്യത്തോടുകൂടെ നേരിടുവാനും ഓരോ ദൈവപൈതലിനും സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ, സമവീക്ഷണ സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും പ്രതിപാദിക്കുന്ന ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 3 ഈസ്റ്റർ സന്ദേശങ്ങൾ വേർഡ് ടു വേൾഡ് ക്രിസ്തീയ സന്ദേശ മാധ്യമത്തിൻ്റെ എല്ലാ പ്രേക്ഷകരുമായി പങ്കിടുവാൻ
ബലഹീനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ഇത് ആകുലതയെ അകറ്റി കാലിക ജീവിത യാഥാർത്ഥ്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് നമുക്ക് കരുത്തേകും. ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ മ്ലാനതയിലും നിരാശയിലുമായിരുന്ന ശ്ലീഹന്മാർക്ക്, കർത്താവിൻ്റെ ഭക്തന്മാർക്ക് ആനന്ദമുണ്ടായി എന്നുള്ളത് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. നിരാശയുടെ മരവിപ്പും ആകുലതയും ലജ്ജയുടെ അപമാനവും ശൂന്യതാബോധത്തിൻ്റെ നിസ്സംഗതയും ശിഷ്യന്മാരെ മർക്കോസിൻ്റെ മാളികയിൽ കതകടച്ച് ഒളിച്ചിരിപ്പാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഉത്ഥാന പെരുന്നാളിൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം അവരെ ഒന്നിച്ചു കൂട്ടി എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. ആകയാൽ സഹോദരങ്ങളെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൻ്റെ മേഖലകളിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉദ്ധിതനായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ടെന്നുള്ളതായ ആ സജീവ ബോധ്യവും ബോധവുമാണ് നമ്മെ ഏത് പ്രതികൂല ശക്തികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാൻ നമുക്ക് ശക്തിയും ഊന്നലും നൽകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവതലത്തിൽ നാം പരിശീലിക്കേണ്ടതും അത്യാവശ്യമാണ്. പരിശീലനത്തിനുള്ള ശക്തമായ മാധ്യമം ആരാധനയും കഷ്ടനഷ്ടങ്ങളിലൂടെയുള്ള ശോധനയുമാണ്. ഇന്ന് നമ്മെ ശക്തിയായി സ്വാധീനിക്കുന്ന ആഗോളതലത്തിലുള്ള അസമാധാനങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെയൊക്കെ ക്രിസ്തു സാന്നിധ്യം നമ്മെ പച്ചയായ അനുഭവത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് സംശയമില്ല. പലർക്കും ജീവിതത്തിൽ ക്രിസ്തു ഒരുപക്ഷെ ആദർശധീരനായ നേതാവായിരിക്കാം, മതപ്രവാചകനായിരിക്കാം, ബുദ്ധിയുടെ തലങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവവിചാരം ഒരിക്കലും നമ്മെ ശക്തീകരിക്കത്തില്ല. മറിച്ച് ഉദ്ധിതനായ ക്രിസ്തു ആത്മസഖിയായി മാറുന്ന ഒരനുഭവം, ഇതാണ് ഭക്തന്മാരുടെ ജീവിത സാക്ഷ്യം. നമ്മുടെ പൂർവന്മാരായ പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും ഇതാണ്. ആകയാൽ ഇന്നും ജീവിക്കുന്ന, ഇന്നും ശക്തിയായി നമ്മോട് ഇടപെടുന്ന ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മൂലം നമ്മെ ജീവിത സരണികളിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കട്ടെ. രണ്ടാമതായി, ഉത്ഥാന പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം വീണ്ടെടുക്കപ്പെടേണ്ട നിരപ്പും ബന്ധങ്ങളുടെ താളാത്മകതയുമാകുന്നു. പൗരസ്ത്യ ആരാധനയിൽ പറയുന്നത് ക്രിസ്തു പാരസ്പര്യത്തിൻ്റെ ധൂപവും പിതാവിനെ മനുഷ്യരോട് സംയോജിപ്പിക്കുന്ന പരിമളവാസനയുമായി തീരുന്നു എന്നുള്ളതാണ്. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ വാത്സല്യ ശിഷ്യന്മാർക്ക് നൽകിയ ദിവ്യ സമാധാനം കേവലം ഭൗതിക തലത്തിലായിരുന്നില്ല, മറിച്ച് അത് ആത്മീക പ്രതിരോധ തലത്തിലായിരുന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ടാണ് ഉത്ഥാന പെരുന്നാളിലെ ആരാധന ശുശ്രൂഷയ്ക്ക് ഇങ്ങനെയുള്ള ആ ഒരു ദർശനത്തിലൂടെയാണ് ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഉത്ഥാന പെരുന്നാളിലെ ആരാധനയെല്ലാം സംവേദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആഗോള സമാധാനവും ശാന്തിയും പാരസ്പര്യതയും ദൈവവും മനുഷ്യനും, മനുഷ്യനും മറ്റു മനുഷ്യരും, മനുഷ്യനും പ്രകൃതിയുമായുള്ള ഒരു ചേർച്ചയും ഒരുമിപ്പുമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുവാൻ ഈ അവസരം എടുക്കുകയാണ്. മൂന്നാമതായി എനിക്ക് നിങ്ങളുമായി പങ്കിടുവാനുള്ളത്, ഇത് അഭൗമ സമാധാനത്തിൻ്റെ പെരുന്നാളാണ്. ഉയർപ്പിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നവർക്ക് ഉയർപ്പ്
സംഭവത്തിൽ ഉയർന്ന 2 ചോദ്യങ്ങൾ, അവയോടുള്ള നമ്മുടെ പ്രതികരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഉയർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു കേൾക്കുന്ന 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ജീവനുള്ളവനെ എന്തിന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? മാലാഖമാർ കല്ലറയിലേക്ക് ഓടിച്ചെന്ന സ്ത്രീകളോട് ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, കല്ലറയുടെ വാതിക്കലുള്ള കല്ല് നമുക്കായി ആര് ഉരുട്ടി മാറ്റും? സ്ത്രീകൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും ഈ 2 ചോദ്യങ്ങൾക്ക് ദൈവമക്കൾ ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം തിരക്കുന്നത് പലപ്പോഴും ജീവനുള്ള ദൈവത്തെ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിലാണ്. മരിച്ചവരെന്ന് ഞാൻ പറയുമ്പോൾ അധാർമികതയിലും അന്യായത്തിലും അനീതിയിലും ലൗകിക കാര്യങ്ങളിലും ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ അവരോട് ഏകീഭവിച്ച് അന്യായത്തിൻ്റെ മാർഗദർശികളായി തീരുന്ന ഒരനുഭവം. അവിടെയാണ് ഈ ചോദ്യം പ്രസക്തം. എന്തിന് ഉദ്ധിതനായ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കും? അതുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിനെ ദൈവീകതയുടെ മധ്യത്തിൽ, ആരാധനയുടെ മധ്യത്തിൽ, പാവപ്പെട്ടവരുടെ സേവനത്തിൻ്റെ മധ്യത്തിൽ, പാവപ്പെട്ടവരോട് ഏകീഭവിക്കുന്ന നന്മയുടെ മാർഗത്തിൽ ക്രിസ്തുവിനെ നമുക്ക് തിരയാം. സക്കായി ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചത് അവൻ്റെ മാളികയുടെ പുറത്തിരുന്നു കൊണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും സക്കായിക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചില്ല. അവൻ താണിറങ്ങി ക്രിസ്തു നടന്നു വരുന്ന പാതയോരത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാത്രമാണ് ക്രിസ്തുവിനെ അവന് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതിലേറെ പ്രസക്തമാണ്. കല്ലറയുടെ വാതുക്കൽ വെച്ചിരിക്കുന്ന കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? സ്ത്രീകൾ ചോദിച്ചതാണ്. ക്രിസ്തുവിൻ്റെ കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ല് വച്ചിരുന്നു. കല്ലുരുട്ടി മാറ്റിയെങ്കിൽ മാത്രമേ ക്രിസ്തു ശരീരത്തിൽ പരിമളം പൂശുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, അവർ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായി അവർ കണ്ടു. ഇന്ന് പലപ്പോഴും രോഗത്തിൻ്റെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ, പീഡനങ്ങളുടെയും പരിഹാസത്തിൻ്റെയും മധ്യത്തിൽ ഇതാര് നമുക്ക് വേണ്ടി ഇതെല്ലാം മാറ്റിത്തരും എന്ന് ആകുലപ്പെടുന്ന ദൈവമക്കളോട് ഈ ചോദ്യം ഉത്തരം നൽകുകയാണ്. നാം വിശ്വാസത്തോടെ ഉദ്ധിതനായ ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കല്ലുകൾ താനെ മാറ്റപ്പെടും എന്നുള്ളത് ഒരു വലിയ പ്രത്യാശയമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസസമേതം മുമ്പോട്ട് പോകുമ്പോൾ തിന്മകളുടെ ശക്തികൾ മെഴുകുപോലെ തന്നെത്താൻ ഉരുകിപ്പോകും. ആകയാൽ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ, അശാന്തിയുടെ കല്ലറകളിൽ നിന്ന് പ്രത്യാശയുടെയും ശാന്തിയുടെയും ഉയർപ്പിലേക്ക് ഈസ്റ്റർ എന്ന ഈ ഉത്ഥാന പെരുന്നാൾ നമ്മെ ക്ഷണിക്കുകയും ആനയിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യുദ്ധത്തിൻ്റെ കെടുതികളാൽ പാവപ്പെട്ട ജനങ്ങൾ വലയുന്നു. കഷ്ടതയിൽ അവർ ഉഴലുകയാണ്. ഇന്ത്യക്കുള്ളിലും പാവപ്പെട്ടവരും ഗോത്രവർഗക്കാരും ഇന്നും സമത്വം സ്വപ്നം കാണുന്നതേയുള്ളൂ. കാൽവറയിൽ ക്രിസ്തുവെന്നോണം മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ കടന്നുകയറ്റത്തിൽ പ്രകൃതി അഥവാ പരിസ്ഥിതി ഇന്ന് പീഡാനുഭവം ഏൽക്കുകയാണ്. ശാന്തിയും സമാധാനവും പാരസ്പര്യതയും സമന്വയവുമാണ് ഉയർപ്പ് പെരുന്നാൾ നൽകുന്ന വലിയ സന്ദേശം. ബലഹീനായ ഞാൻ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തിയും നേരുന്നു. ഈ ഉത്ഥാന പെരുന്നാൾ വലിയ പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, നമ്മുടെ കാലികമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ
സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വേർഡ് ടു വേൾഡ് എന്നുള്ള ക്രിസ്തീയ സന്ദേശ മാധ്യമത്തിനും അതിൻ്റെ പ്രേക്ഷകർക്കും എല്ലാ ഉത്ഥാന പെരുന്നാളിൻ്റെ, ഈസ്റ്ററിൻ്റെ സന്ദേശം പ്രത്യേകമായി അറിയിക്കുന്നു. സമാധാനവും ശാന്തിയും നമ്മുടെ കാലിക ജീവിത പശ്ചാത്തലത്തിൽ ഉണ്ടാവട്ടെ. ബലഹീനായ എൻ്റെ പ്രാർത്ഥനയും ആശംസയും ഒരിക്കൽ കൂടെ നേരുന്നു. ക്രിസ്തുവേശുവിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ ദീവന്നാസിയോസ് ദൈവം സമൃദ്ധിയായി നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.